കുടിക്കാത്ത ഒരു മനുഷ്യന്റെയും ഒരു ജീവിയുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരു മാസക്കാലം നേരിട്ട് അനുഭവിക്കുകയാണ് നമ്മൾ. അതിലൂടെ സഹജീവികളോടുള്ള ഒരു വല്ലാത്ത ഒരു കരുണയുടെ മനസ്സും സഹജീവികളോടുള്ള ഒരു കരുണയുടെ മനസ്സും ഈ നോമ്പിലൂടെ ഓരോ മനുഷ്യനും ആർജിച്ചെടുക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള നോമ്പ്. ഈ രീതിയിൽ അവന്റെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ സംസ്കരിച്ചുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള പുതിയ ഓരോ പ്രതിജ്ഞകളുമായിട്ടാണ് വിശുദ്ധ റമളാനു ശരീഫ് വിടവാങ്ങിക്കൊണ്ടുള്ള നമ്മുടെ ഈ ചെറിയ പെരുന്നാളിന്റെ ഈ ഒരു വരവ് അതൊരു സന്ദേശമായി കൊണ്ട് തന്നെ നമ്മൾ കാണണം. മറ്റൊന്ന്, ചെറിയ പെരുന്നാൾ ഒരു സ്നേഹമാണ്, ഒരു കരുതലാണ്, ഒരു സാഹോദര്യമാണ്. ലോകത്ത് നിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹം, കാരുണ്യം, കരുതൽ. ഇതൊക്കെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്താൽ ആ തിന്മ ചെയ്ത ആളുടെ മതം നോക്കി വർഗീയ ചേർതിരിവിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ തിന്മയെ കൂട്ടമായി എതിർക്കേണ്ടതിനു പകരം ആ തിന്മ ചെയ്തവന്റെ പേര് നോക്കി മതത്തിന്റെ പേരിൽ ചാർത്തുകയും വിദ്വേഷവും വർഗീയതയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഈ ചെറിയ പെരുന്നാൾ അവർക്കെല്ലാം നൽകുന്നത് സ്നേഹമാണ്, മനുഷ്യരോടുള്ള സ്നേഹമാണ്, സഹജീവജാലങ്ങളോടുള്ള സ്നേഹമാണ്, കരുതലാണ്, കരുണയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ സുന്ദരമായ ആശയത്തിലേക്ക് ഓരോ മനുഷ്യന്റെയും മനസ്സ് പാകപ്പെടുത്തിയെടുക്കാൻ അല്ലാഹു തആല വെച്ചതാണ് വർഷത്തിൽ ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സന്തോഷത്തിന്റെ ഒരു ദിവസം കൂടെയാണ്, ഇന്ന് ആഹ്ലാദത്തിന്റെ ഒരു ദിനം കൂടെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആഹ്ലാദവും സന്തോഷവും ദുഃഖവുമെല്ലാം വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമേ നാം അനുഷ്ഠിക്കാനും ചെയ്യാനും പാടുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. സ്നേഹത്തിന്, ബന്ധങ്ങൾക്ക്, സാഹോദര്യ മൂല്യങ്ങൾക്ക് തകർച്ച വരുത്തുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. നമുക്കറിയാമല്ലോ, ലഹരിയുടെ ഉപയോഗം ഈ വിശുദ്ധ റമളാനിന്റെ 1 മുതൽ 5-6 ദിവസത്തോളം നമ്മൾ തുടർച്ചയായി അത് ചർച്ച ചെയ്തതാണ്. മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് സ്നേഹത്തിന്റെയും കരുതലിന്റെയും അലിവിന്റെയും കാരുണ്യത്തിന്റെയും അംശങ്ങളെ ഇല്ലായ്മ ചെയ്തു കളയുന്ന മാതാവാരെന്നോ പിതാവാരെന്നോ പെങ്ങളെന്നോ സ്വന്തം കൂടപ്പിറപ്പാരെന്നോ പോലും ചിന്തിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക്, സ്നേഹശൂന്യതയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന, വിവേകത്തിന്റെ പരിധികൾ ലംഘിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ലഹരി. സ്നേഹത്തെ കുറിച്ച് പറയുന്ന ഈ ചെറിയ പെരുന്നാളിൽ എന്തിന് ലഹരിയെ കുറിച്ച് പറയണം എന്ന് പറയുമ്പോൾ, ഈ സ്നേഹത്തെ കെടുത്തി കളയാൻ, ഈ ഒരു സാഹോദര്യത്തെ ഇല്ലാതെയാക്കി കളയാൻ, ഉമ്മയെ പോലും തച്ചുകൊല്ലുന്ന, ഉമ്മയെ പോലും വെട്ടിക്കൊല്ലുന്ന ഓരോ മാനസികാവസ്ഥയിലേക്ക് ഓരോ മക്കളെയും കൊണ്ടെന്നെത്തിക്കുന്ന ഈ ഒരു തിന്മക്കെതിരെ ഈ സ്നേഹത്തിന്റെ സംഗമത്തിൽ തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഈ സ്നേഹമൂല്യം, കരുതലിന്റെ, കരുണയുടെ ആ ഒരു മനസ്സിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് തട്ടിക്കളയുന്ന ആ ഒരു ലഹരിയോട് നമ്മൾ വിട പറഞ്ഞേക്കണം. കൂട്ടുകാര് നിർബന്ധിപ്പിച്ചാലും, ഇന്നത്തെ ആഘോഷത്തിന്റെ ദിവസമല്ലേ, നമുക്കൊന്ന് മിനിങ്ങാമെന്ന് പറഞ്ഞാലും, എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതിലേക്ക് നമ്മൾ പോവരുത്. അത് സ്നേഹശൂന്യതയാണ്, അത് സ്നേഹശൂന്യതയാണ്. ഉമ്മയെയും ബാപ്പയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ഓരോ ആളുകളെയും എത്തിക്കുന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിനും കരുതലിനും ബന്ധങ്ങൾക്കും വളരെ മൂല്യമുണ്ട്. വളരെ വിനയത്തോടുകൂടെ ഞാൻ പറയട്ടെ, ഉസ്താദായ എന്നോട് പല മാതാപിതാക്കളും വന്ന് സങ്കടം പറയാറുണ്ട്. ഉസ്താദേ, എന്റെ മോൻ പോയിട്ട് ഇത്ര വർഷമായി, എന്റെ മോൻ എന്നെ വിളിച്ചിട്ട് ഇത്ര നാളായി, എന്റെ മോൾ
എന്നോട് സംസാരിച്ചിട്ട് ഇത്ര കാലമായി. പിതാക്കന്മാർ വന്ന് പരാതി പറയുന്ന കാലം, മാതാപിതാക്കൾ സങ്കടപ്പെടുന്നതായ ഒരു കാലം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ഉടയാടകൾ ധരിച്ച്, അത്തറ് പൂശി ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ച്, ആർക്കെന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ നൽകി, ദുആ ചെയ്ത്, വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച്, നമ്മുടെ കൊച്ചുമക്കളുമായിട്ട് നമ്മൾ ആഹ്ലാദം പങ്കിടുമ്പോൾ കുറച്ച് പുറകിലേക്ക് നമ്മളൊന്ന് നോക്കുക. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ നമ്മുടെ കൂടെയുണ്ടോ? അവരടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ടോ? എന്താണ് എന്റെ ഉമ്മയോട് ഞാൻ ചെയ്തത്? എന്റെ വാപ്പ എന്താണ് എന്നോട് ചെയ്തത്? എന്തിനാണ് ഞാൻ എന്റെ ഉമ്മയുടെ അടുത്തേക്ക് പോവാതിരിക്കുന്നത്? ഞാനിത് പറയുമ്പോ ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ഉമ്മയുടെ അടുത്താണ് നിൽക്കുന്നത്, വാപ്പയുടെ അടുത്താണ് നിൽക്കുന്നത്. എന്നാലും കുറച്ചാളുകളുണ്ട്, ചില ആളുകൾ വന്ന് റമദാൻ അവസാന ആ സമയത്തൊക്കെ സങ്കടമെന്ന് പറയുമ്പോ നമ്മളും കരഞ്ഞു പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മോൻ എന്താണ് ഉസ്താദേ, ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരുടെ ചെയ്തികൾ കാണുമ്പോ പറഞ്ഞു പോകൂലേ? അതിന്റെ പേരിൽ വീട്ടിൽ നിന്നിങ്ങനെ പോകാവോ? എന്നെ വിളിക്കാതിരിക്കാവോ? അവൻ എന്റെ മോനല്ലേ, അവൻ എന്റെ മോളല്ലേ എന്ന് സങ്കടത്തോടെ പറയുന്ന ഒരു ഉമ്മ, ഒരു വാപ്പ. എന്റെ മക്കളെ, എന്റെ ചെറുപ്പക്കാരെ, ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമായി ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം കാണുന്നത്, ഇന്നത്തെ ദിവസം നിങ്ങൾ 1 കോടി രൂപ മറ്റൊരാൾക്ക് ദാനം കൊടുക്കുന്നതിനേക്കാൾ നീ മിണ്ടിയിട്ട് കാലങ്ങളായിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ അടുത്ത് പോയി, മോനെ നീ ഒന്ന് സലാം പറയുക. ഉപ്പയുടെ അടുത്തേക്ക് പോയിട്ട് കാലങ്ങളായിട്ടുണ്ടെങ്കിൽ ആ ഉപ്പയുടെ അടുത്തേക്ക് പോയി നീ ഒന്ന് സലാം പറയുക, അവരുമായിട്ടൊന്ന് ബന്ധം സ്ഥാപിക്കുക. അതാണ് ചെറിയ പെരുന്നാൾ നൽകുന്ന സന്ദേശം. അതൊരു സ്നേഹമാണ്, അതൊരു കരുതലാണ്. ഇനി നമുക്കറിയാം, ചെറിയ പിണക്കങ്ങളുടെ പേരിൽ ബന്ധങ്ങളൊക്കെ ഉലച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ജ്യേഷ്ഠാനുജന്മാർ, അയൽപക്കക്കാർ, കൊച്ചുമക്കൾ, ഇങ്ങനെ പല നിലക്കുള്ള ബന്ധത്തിന് ഒരു വിലയും നൽകപ്പെടാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മൾ നോക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊക്കെ ഒരു കുട്ടിക്കാലമില്ലേ? നമ്മുടെ ജ്യേഷ്ഠൻ, നമ്മുടെ അനിയൻ, നമ്മുടെ പെങ്ങൾ, നമ്മുടെ അയൽവാസികൾ നമ്മൾ തല്ലുകൂടിയും അടിപിടി കൂടിയും ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പിണങ്ങിയും ജീവിച്ചിരുന്ന ഒരു കുട്ടിക്കാലമില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുതിർന്നപ്പോൾ, എല്ലാവരും വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ, ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ എത്ര കാലമായി ഞാൻ എന്റെ അനുജനോട് മിണ്ടിയിട്ട്, എത്ര കാലമായി ഞാൻ എന്റെ ജ്യേഷ്ഠനോട് മിണ്ടിയിട്ട്, എത്ര കാലമായി ഞാൻ എന്റെ പെങ്ങളോട് മിണ്ടിയിട്ട്, എത്ര കാലമായി ഞാൻ എന്റെ അളിയനോട് മിണ്ടിയിട്ട്, എത്ര കാലമായി ഞാൻ എന്റെ ഭാര്യയുടെ ഉപ്പയോട്, ഭാര്യയുടെ ഉമ്മയോട് മിണ്ടിയിട്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ ജനങ്ങളെ, എന്തിന്റെ പേരിലാണ് ഇതൊക്കെ? ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു പിണക്കങ്ങളുടെ പേരിൽ കാലങ്ങളോളം മിണ്ടാതെയും വഴക്കും പോരുമായി നടക്കുന്നത് എന്തിന്റെ പേരിലാണ്? നമ്മളൊക്കെ ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതായ മക്കളല്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു ദേഷ്യം? എന്തിനാണ് ഇങ്ങനെ ഒരു പക? പകയുണ്ടോ ഒരു മുഅ്മിനായ മനുഷ്യന്? ലൈലത്തുൽ ഖദ്റിന്റെ സുന്ദരമായ രാവിന്റെ പവിത്രത പോലും ഒരു മനുഷ്യന് ലഭിക്കാത്ത അത്രയും കടുത്ത ഒരു പാതകമാണ് പകയുമായിട്ട് നടക്കൽ. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, നമുക്ക് പക വേണ്ട ജനങ്ങളെ, നമുക്ക് വിദ്വേഷം വേണ്ട. അനിയനോട് വേണ്ട, ജ്യേഷ്ഠനോട് വേണ്ട, പെങ്ങളോട് വേണ്ട, ഉമ്മയോട്, വാപ്പയോട്, അയൽക്കാരോട്, ആരോടും വേണ്ട. സ്നേഹമാണ് നമ്മുടേതായ ആയുധം. സ്നേഹമാണ് നമ്മളോട് ഖുർആൻ പറയുന്നത്. സ്നേഹത്തോടുകൂടെയുള്ള വർത്തമാനമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. നമുക്ക് പൊറുക്കാൻ പറ്റാത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളൊന്ന് നോക്കുക. മക്കയിൽ നബി തങ്ങൾ ജീവിക്കുമ്പോ സത്യം പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഖുറൈശികൾ നബി തങ്ങളെ ഉപദ്രവിച്ചെന്ന് മാത്രമല്ല, ആ നാട്ടിൽ പോലും നിൽക്കാൻ അനുവദിക്കാതെ അവിടെ നിന്ന് വേറെ ഒരു നാട്ടിലേക്ക് നബി തങ്ങൾ പോകേണ്ടി വന്നില്ലേ? ആരാണ് ഖുറൈശികൾ? നബി തങ്ങളുടെ കുടുംബക്കാരാണ്, നബി തങ്ങളുടെ അയൽപ്പക്കക്കാരാണ്, നബി തങ്ങളുടെ മൂത്താപ്പയുടെ മക്കൾ, നബി തങ്ങളുടെ മൂത്താപ്പ, നബി തങ്ങളുടെ കൊച്ചാപ്പ, ഇങ്ങനെ ബന്ധത്തിലുള്ള ആളുകളാണ് നബി തങ്ങളെ ഉപദ്രവിക്കുന്നതും നബി തങ്ങളെ വധിക്കാൻ വരുന്നതും. ഒരു രാത്രി കിടന്നുറങ്ങാൻ
ഉറങ്ങുന്ന നബിതങ്ങളുടെ ചുറ്റും വീട് വളഞ്ഞ് നബിതങ്ങൾ രാവിലെ എണീറ്റ് വരുമ്പോൾ വെട്ടിക്കൊല്ലാൻ പ്ലാൻ ചെയ്ത് അതിനിടയിലാണ് നബിതങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് മദീനയിലേക്ക് പോകുന്നത്. പിന്നീട് ഈ മക്കക്കാരെ എന്തും ചെയ്യാനുള്ള ഒരു സാമ്പത്തികവും സൈനികവുമായ ത്രാണി നബിതങ്ങൾക്ക് വന്നപ്പോൾ നബിതങ്ങൾ ചെയ്തതെന്താണ്? നബിതങ്ങൾ പറഞ്ഞതെന്താണ്? ആ പക മനസ്സിൽ കൊണ്ടുവച്ചോ. അവരെന്നെ ഉപദ്രവിച്ചതാണ്, അവരെന്നെ അടിച്ചതാണ്, അവരെന്നെ കൊല്ലാൻ വന്നവരാണ്, അവരെന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചവരാണ്. ഇവിടെയുള്ള സമ്പത്തുകളൊക്കെ എന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ ഇവരെയുള്ള ആളുകളുടെ സമ്പത്തൊക്കെ പിടിച്ചു വെച്ചവരാണ് എന്ന് പറഞ്ഞോ നബിതങ്ങൾ? ഇല്ല, നബിതങ്ങൾ അവർക്കെല്ലാം മാപ്പ് കൊടുക്കുകയായിരുന്നു. അവർക്കെല്ലാം മാപ്പ് കൊടുക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ മിണ്ടാത്ത ഒരാളോട് മിണ്ടലാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവനാണ് എന്നോട് മിണ്ടേണ്ടത്, അവനാണ് എന്നോട് മിണ്ടേണ്ടത് എന്ന വാശി നമ്മൾ കളയുക. നബിതങ്ങൾ പറയുന്നു, മൻ തവല്ലഅ റഫഅഹുല്ലാഹ്. ആരെങ്കിലും വിനയം കാണിച്ചാൽ അല്ലാഹു തആല അവനെ ഉയർത്തും. വമൻ തകബ്ബറ. ആരെങ്കിലും അഹങ്കാരികളായാൽ വലഅഹുല്ലാഹ്. അല്ലാഹു അവനെ താഴ്ത്തും. അല്ലാഹുവിന്റെ വചനമാണ്. അവൻ എന്നോട് മിണ്ടട്ടെ എന്ന് ചേട്ടൻ വിചാരിച്ചു, എന്നോട് മിണ്ടട്ടെ എന്ന് അനിയൻ വിചാരിച്ചു, അവൻ എന്റെ അടുത്ത് വരട്ടെ എന്ന് അയൽവാസി വിചാരിച്ചു, അവൻ എന്റെ അടുത്ത് വരട്ടെ എന്ന് ഇവൻ വിചാരിച്ചു. ഈ വിചാരണയിലാണ് നടക്കുന്നത് എങ്കിൽ അത് അഹങ്കാരമാണ്. രണ്ടുപേരും താഴോട്ടേ പോവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ നിലക്കും നബിതങ്ങളുടെ വചനം അതാണ്. ആരെങ്കിലും വിനയം കാണിച്ചാൽ അവൻ ഉയരാൻ കഴിയും, ആരെങ്കിലും കിബ്ർ കാണിച്ചാൽ അവനിക്ക് താഴാൻ കഴിയും. അതുകൊണ്ട് ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന, സ്നേഹത്തെക്കുറിച്ച് വിളംബരം ചെയ്യുന്ന ഈ വിശുദ്ധമായ പെരുന്നാളിന്റെ സുദിനത്തിൽ ഞാൻ പറയുന്നത്, ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ഒരു സൽക്കർമ്മം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ മിണ്ടാത്തവനോട് ഒന്ന് മിണ്ടുക, അവനോട് പോയി ഒന്ന് സലാം പറയുക. അതിനപ്പുറമുള്ള ഒരു ആഹ്ലാദം, സന്തോഷം ഇന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കുക. ഈ അടുത്ത് എത്ര മരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ഞാനിവിടെ വന്നിട്ട് ഇത് 17ാമത്തെ വർഷം പൂർത്തിയായി. ഇനി 18ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഇത്ര മരണങ്ങൾ നടന്ന ഒരു വർഷം ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പൊ ഈ പള്ളിയുടെ കിഴക്ക് വശത്ത് പോയി പുറകോട്ട് നോക്കിയാൽ ഒരു 9 ഖബറുകൾ കാണാം. ഒരു 6 മാസത്തിന് ഇപ്പുറം മരിച്ചവരാണ് ഈ 9 പേരും. അതിന്റെ തൊട്ടപ്പുറത്തേതായ ലൈനിൽ നോക്കിയാൽ അതിന്റെ അറ്റത്തും കാണാൻ 3-4 ഖബർ. അതും ഈ വർഷം മരിച്ചവരാണ്. അവരൊക്കെ ഈ ലോകത്ത് ജീവിച്ചവരാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ പള്ളിയിൽ വന്ന് നമ്മളോടൊപ്പം ചെറിയ പെരുന്നാൾ നിസ്കരിച്ചവരാണ് അവരിൽ ഭൂരിഭാഗവും. ഇതല്ലേ നമ്മുടെ ജീവിതം? എന്തിനാണ് ഈ വാശി? എന്തിനാണ് ഈ വൈരാഗ്യം? സ്നേഹമാണ് നമുക്ക് വേണ്ടത്. സ്നേഹം കൊണ്ടേ നമുക്കൊരാളെ തോപ്പിക്കാൻ കഴിയൂ. വിട്ടുവീഴ്ച കൊണ്ടേ നമുക്കൊരാളുടെ മനസ്സ് കീഴടക്കാൻ കഴിയൂ. അതാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളോട് പറയുന്നത്. പക വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ നശിഞ്ഞു പോകും. ദുനിയാവിലും നശിഞ്ഞു പോകും, ആഖിറത്തിലും നശിഞ്ഞു പോകും. സ്നേഹം ജീവിച്ചിരിക്കുന്നവരോട് മാത്രം പോരാ, മരണപ്പെട്ടു പോയവരോടും നമുക്ക് സ്നേഹം വേണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 1-2 ആളുകൾ ഇങ്ങനെ കയറി വരുന്നത് കാണുന്നത് കൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗം കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടുപോകുന്നത്. സമയമായി എന്ന് എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്നവരോട് മാത്രമല്ല നമ്മുടെ സ്നേഹം, നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരോട് നമുക്ക് സ്നേഹം വേണം. നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ വല്ലിപ്പ വല്യുമ്മ, ജ്യേഷ്ഠാനുജന്മാർ, അവരോട് എങ്ങനെയാണ് സ്നേഹം? ഇത്തരത്തിലുള്ള ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ അവരെ കുറിച്ച് നമ്മൾ ഓർക്കുക. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ഇന്നത്തെ രാവും പകലുമൊക്കെ ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടതായ സമയങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ ശേഷം, ഖുതുബക്ക് ശേഷം ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോ ആ ദുആകളിൽ നമ്മൾ ഉൾപ്പെടണം. അതിൽ നമ്മളെല്ലാവരും കൂടണം. അത് അവരോടുള്ള സ്നേഹമാണ്. ജീവിച്ചിരിക്കുന്നവരോട് മാത്രം പോരാ സ്നേഹം, മരണപ്പെട്ടവരോടും നമുക്ക് സ്നേഹത്തിന്റെ ആ ഒരു ഭാഗം തീർക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് വീടുണ്ടാക്കി തന്ന നമ്മുടെ വാപ്പ,
നമുക്ക് വീടുണ്ടാക്കാൻ സ്ഥലം മേടിച്ചു തന്ന നമ്മുടെ വാപ്പ. നമുക്കറിയാം ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവർ, പണയത്തിന് താമസിക്കുന്നവർ, വീടില്ലാത്തവർ. അല്ലാഹു തആല അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് സ്വന്തമായിട്ടൊരു ഭവനം എന്നുള്ള സ്വപ്നം അവർക്കൊക്കെ സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. വാടകയ്ക്ക് പോകുന്നതിന്റെ വിഷമം നമുക്കറിയാലോ. ഓരോ സമയത്തും അതെല്ലാം പാണ്ഡവും കെട്ടിപ്പൊറുക്കി അടുത്തൊരു വീട്ടിലേക്ക് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എന്നാൽ എനിക്കതിന്റെ ആവശ്യമില്ല. ഓരോ ആളുകളും ചിന്തിക്കുക, നിങ്ങൾ താമസിക്കുന്ന വീട് അത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? വീട് ഒരു പക്ഷേ നമ്മൾ ഉണ്ടാക്കിയതായിരിക്കാം. അതിന്റെ സ്ഥലം നമുക്കാരാണ് തന്നത്? നമ്മുടെ സ്ഥലം, നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം എന്റെ പേരിലായിരുന്നില്ല, കുറച്ചു മുമ്പ് ഒരു വാപ്പായുടെ പേരിലായിരുന്നു. വാപ്പയിൽ നിന്ന് കിട്ടിയതാണ് എന്റെ സ്ഥലം നിൽക്കുന്ന എന്റെ വീട് നിൽക്കുന്ന സ്ഥലമെങ്കിൽ ഈ വാപ്പ ഇന്നെവിടെയാണ്? വല്യാപ്പ ഇതെവിടെയാണ്? ഇത് അവരുടേതായിരുന്നു. കുറച്ചു കാലം മുമ്പ് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ആധാരം വെക്കപ്പെട്ടതായ ഭൂമിയായിരുന്നു ഇത് എങ്കിൽ ഇന്നത് നമ്മുടെ പേരിലാണ്. നമ്മൾ മേടിച്ചതല്ല, വാപ്പയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. വാപ്പ ഉണ്ടാക്കിയത് എങ്ങനെയാ? വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കച്ചവടം ചെയ്തും അല്ലാതെയും ഒക്കെ എന്റെ വാപ്പ ഉണ്ടാക്കി തന്നത് കൊണ്ട് എനിക്കിതാ ഇന്ന് വീടുണ്ട്. ആ വാപ്പയുടേതായിരുന്നു ഇതൊക്കെ. ആ വാപ്പ ഇന്നെവിടെയാണ്? വാപ്പ മരണപ്പെട്ടു പോയി. ആ വാപ്പാക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്? ആ വാപ്പാക്ക് വേണ്ടി ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്നവരോട് മാത്രമല്ല നമുക്ക് സ്നേഹം വേണ്ടത്, മരണപ്പെട്ടു പോയവരോടും നമുക്ക് സ്നേഹം വേണം. അവരോടുള്ള സ്നേഹം എങ്ങനെയാ? അവർക്ക് വേണ്ടിയുള്ള ദുആ, അവർക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥന, ഇതൊക്കെ ആ ഉപ്പയോട്, മരിച്ചുപോയ ഉമ്മയോട് നമ്മൾ ചെയ്യേണ്ട സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. നമുക്ക് വീടുണ്ടെങ്കിൽ ഒരു 1/2 സെന്റ് അല്ലെങ്കിൽ ഒരു 200 1 സെന്റിന്റെ കുറഞ്ഞ ഭാഗം എന്റെ ഉപ്പാക്ക് വേണ്ടി ഒരു കാലാകാലം കിടക്കുന്ന ഒരു ജാരിയായി സ്വതക്കയായിട്ട് കിടക്കട്ടെ എന്ന് സ്ഥലമുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്ത എന്തേ നമുക്ക് വരാത്തത്? എനിക്ക് ഈ കണ്ടതായ സ്വത്തുകളൊക്കെ തന്നത് എന്റെ വാപ്പയാണ്, എന്റെ വാപ്പാക്ക് ഞാൻ എന്താ ഒന്നും ചെയ്യാത്തത് എന്നൊരു കാഴ്ചപ്പാട്. അധികമൊന്നുമില്ല എങ്കിൽ ചെറിയതായ എന്തെങ്കിലും എന്റെ വാപ്പാക്ക് ചെയ്യണ്ടേ, എന്റെ ഉമ്മാക്ക് ചെയ്യണ്ടേ എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണ്ടേ? അതില്ല എങ്കിൽ അവരോട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം? നമ്മളൊന്നും ഉണ്ടാക്കിയതല്ല, നമ്മുടെ വാപ്പ നമുക്ക് തന്നതാണ് എങ്കിൽ ആ വാപ്പ, ആ ഉമ്മ, ആ ജ്യേഷ്ഠൻ, ആ അനുജൻ ഇന്ന് നമ്മളോടൊപ്പമില്ല, 6 അടി മണ്ണിലാണ് കിടക്കുന്നത് എങ്കിൽ അവരിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യണ്ടേ? അതവരോടുള്ള ഒരു സ്നേഹത്തിന്റെ പ്രകടനമല്ലേ? നമ്മളൊക്കെ മനസ്സിലാക്കുക. എപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ നമ്മൾ സമ്പാദിക്കുന്നതൊന്നും നമ്മുടേതാണ് എന്ന് വെക്കുന്നതൊന്നും നമ്മുടേതല്ല. അതൊക്കെ നമ്മൾ മരിക്കുന്നതോടുകൂടെ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്. എന്റെ വാക്കല്ല, നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ അതല്ല മറ്റൊരാളുടെ സ്വത്താണോ ഏറ്റവും ഇഷ്ടം? നബി തങ്ങൾ സ്വഹാബികൾ പറഞ്ഞു, എന്ത് ചോദ്യമാ നബിയെ, ഞങ്ങളുടെ സ്വത്തല്ലേ ഞങ്ങൾക്ക് ഇഷ്ടം, വേറൊരാളുടെ സ്വത്തിനെ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞ ഒരു മറുപടി, എങ്കിൽ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മറ്റൊരാൾക്ക് നൽകുന്നതാണ് നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടേത് എന്ന് പിടിച്ച് പറഞ്ഞ് നിങ്ങൾ കൊടുക്കാതെ പൂട്ടിവെക്കുന്നതുണ്ടല്ലോ, അത് നിങ്ങളുടെ മരണത്തോടുകൂടെ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്. എന്റെ അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇന്ന് ഇത് മരിക്കുന്നത് വരെ ഞാൻ പറയും അത് എന്റേതാണ് എന്ന്. ഞാൻ മരിച്ചാൽ പിന്നെ അതെന്റെ നോമിനിക്കാണ് പോകുന്നത്, പിന്നെ അതെന്റെ കാശല്ല. ഇതാണ് നബി ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ എന്റേതാകുന്നത് എപ്പോഴാ? ആ 10 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം ഞാൻ ഒരു പാവപ്പെട്ടവന് കൊടുത്തു, 1 ലക്ഷം ഞാൻ പള്ളിയുടെ ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്തുവെങ്കിൽ ആ കൊടുത്തതാണ് എന്റേത്, അതാണ് പരലോകത്തുള്ളതായ എന്റെ നീക്കിയിരിപ്പ് എന്നാണ് നബി തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവിന്റെ, ഒരു സ്നേഹത്തിന്റെ, ഒരു കരുതലിന്റെ, ഒരു കൊടുക്കലിന്റെ ഒരു ഭാഗമാണ് ഈ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത്. ഇത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. സ്നേഹമാണ്, കരുതലാണ്, പകയല്ല, വിദ്വേഷമല്ല, പിടിച്ചുവെക്കലല്ല, എല്ലാവരെയും മാനിക്കലും എല്ലാവരെയും എല്ലാവരോടും സ്നേഹത്തോടുകൂടെ പെരുമാറലുമാണ് വിശുദ്ധമായ ദീൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. അത് നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യുക.
ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നൊരു കാര്യം, ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. സുഖമില്ലാത്ത ആളുകൾ, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് മക്കൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നൊരു സഹോദരൻ ഒരു 5 സ്ക്വയർ ഫീറ്റ് മരണപ്പെട്ടു പോയ തന്റെ പിതാവിന്റെ ബർസഖിയായ ലോകത്തേക്ക് ഒരു ജാരിയായ സ്വതക്ക എന്നുള്ള നിലക്ക് നമ്മുടെ പള്ളിക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആ ഒരു നിർമ്മാണ ഫണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ അത് കബൂലാക്കണേ റഹ്മാനെ. റമളാൻ 1 മുതൽ ഇതുവരെ ഒരുപാട് പേര് അതിലേക്ക് സഹകരിച്ചിട്ടുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഈ ഒരു ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും ആ ഒരു സംഭാവനയെ നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ. അറിയാത്തവർക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ പള്ളിക്ക് വലിയ വരുമാനങ്ങളൊന്നുമില്ല. വരുമാനമില്ല എന്ന് വെച്ചാൽ 70,000 രൂപയോളം ഓരോ മാസവും ചിലവുണ്ടെങ്കിൽ ആകെക്കൂടി ഒരു 50,000 രൂപയാണ് നമുക്ക് വരവുള്ളൂ സ്ഥിരമായിട്ട്. പിന്നെയുള്ള ബക്കറ്റ് പിരിവിലൂടെയും സംഭാവനകളിലൂടെയൊക്കെയാണ് അത് നികത്തിക്കൊണ്ടു പോകുന്നത്. അതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് നമ്മുടെ ആ കോശേരിപ്പറമ്പിൽ ഒരു സഹോദരൻ എന്ന സ്ഥലത്ത് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള ഒരു വരുമാനത്തിന്റെ ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1500 സ്ക്വയർ ഫീറ്റോളം ഉള്ള ഒരു കെട്ടിടമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 220 ചില്ലാനം സ്ക്വയർ ഫീറ്റ് മാത്രമേ അതിലായിട്ടുള്ളൂ. ഇനിയും അതിലേക്ക് ധാരാളം വേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ ആളുകളും നമുക്ക് വീടുണ്ടാക്കിത്ത നമ്മുടെ ഉപ്പ ഉമ്മ അവരൊക്കെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പാരത്രിക നന്മ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാവരും അതിൽ സഹകരിക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തിന് തൊട്ട് അടുത്ത് തന്നെ 1 സെന്റും പിന്നെ കുറച്ചുകൂടെയുള്ള ഒരു 100, 150 ഒക്കെയുള്ള ഒരു ചെറിയ ഒരു പ്ലോട്ട് കൂടെ നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നതിന് ചാരിക്കിടപ്പുണ്ട്. അത് ആ ഉടമസ്ഥൻ നമ്മളിലേക്ക് തരാം എന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മേടിക്കാനുള്ള ഒരു ഫണ്ട് നമുക്കില്ല. ഓരോ മാസവും ഇങ്ങനെ ഷോട്ടിൽ പോകുന്ന നമ്മുടെ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മേടിക്കാനുള്ള ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു പ്രയാസത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ കുറച്ചാളുകൾ കൂടിയിട്ടോ ഒരു കുടുംബങ്ങൾ കൂടിയിട്ടൊക്കെ ആ 1 സെന്റും കുറഞ്ഞ ഭാഗവും കൂടെ നമ്മുടെ ആ നിർമ്മാണ ഫണ്ടിലോട് ചേർത്തി മേടിച്ചു തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഉപ്പാക്ക് ചെയ്യാൻ, നമ്മുടെ ഉമ്മാക്ക് ചെയ്യാൻ 10 സെന്റോ 2 സെന്റോ 7 സെന്റോ ഒക്കെ എന്റെ വാപ്പ മരിക്കുമ്പോ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് ബാക്കി വെച്ച് എന്റെ വാപ്പ പോയിട്ടുണ്ടെങ്കിൽ ആ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി 1 സെന്റ് അല്ലെങ്കിൽ വേണ്ട കുറച്ച് കുടുംബങ്ങൾ എല്ലാവരും പാടെ കൂടി കുറച്ച് ഭാഗം അത് ചെയ്തു കൊടുക്കുക എന്ന ഒരു സതുദ്ദേശത്തോടുകൂടെ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അതും കൂടെ നമുക്ക് ആ കൂട്ടത്തിൽ ചേർത്ത് ഒന്നുകൂടെ ഭംഗിയായി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വരുമാനത്തിനുള്ള കെട്ടിടം നിർമ്മിക്കാം എന്ന ഒരു പ്ലാനിംഗ് ഉണ്ട്. അല്ലാഹു തആല അതെല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ കയറി വന്നതുകൊണ്ടാണ് ഞാൻ പ്രസംഗം നിർത്താതെ ഏറെക്ക് നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയത്. ആളുകൾ എല്ലാവരും ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ആളുകളെല്ലാം കയറി കഴിഞ്ഞിട്ടുണ്ട്. നിസ്കാരം ആരംഭിക്കുകയാണ്. സുന്നത്തായ ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമോടുകൂടെ ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി വജ്ജഹ്തു ഓതുക. വജ്ജഹ്തു ഓതിയ ശേഷം 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീറും 2-ാമത്തെ റക്അത്തിൽ 5 തക്ബീറുമാണ് ഉണ്ടാവുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ദിക്റും ചൊല്ലൽ സുന്നത്തുണ്ട്. നിസ്കാരം കഴിഞ്ഞ് 2 ഖുതുബ